ലത സജ്ജി വേൾഡിൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. SCERTയുടെ 5ാം ക്ലാസ്സിലെ കേരള പാഠാവലിയുടെ ആദ്യത്തെ യൂണിറ്റിലെ പാദവാർഷിക മൂല്യനിർണ്ണയ പ്രവർത്തനങ്ങളുടെ തയ്യാറെടുപ്പുകളുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ യൂണിറ്റിലെ ഡേസിച്ചെടി എന്ന പാഠത്തിലെ പ്രവർത്തനങ്ങളുടെ കഴിഞ്ഞ വീഡിയോയുടെ ബാക്കി ഭാഗമാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. വരികൾക്കിടയിൽ വായിക്കാം എന്ന ഒരു പ്രവർത്തനം പാഠപുസ്തകത്തിലെ പഠന പ്രവർത്തനമായി കൊടുത്തിട്ടുണ്ട്. എന്താണ് അതിൻ്റെ അർത്ഥം? അതായത് നമ്മൾ ഒരു പുൽനാമ്പ് എനിക്കിപ്പോൾ വൻമരമാണ്, നിൻ്റെ ഓരോ ഇതളും എനിക്കൊരു പൂവാണ്. എന്താണ് ആ വരികൾക്കിടയിൽ അർത്ഥം? എന്താണ് ആ വരികൾക്കിടയിൽ നമ്മൾ വായിക്കുക? അതായത് നമ്മൾ പലപ്പോഴും നമ്മുടെ നല്ല കാലങ്ങളിൽ വളരെ നിസ്സാരമായ കാര്യങ്ങളൊന്നും നമ്മുടെ എന്താ പറയുക നമുക്ക് ജീവിതത്തിൽ വിജയം നേടിത്തന്നവ അല്ല എന്ന അർത്ഥത്തിൽ നമ്മൾ അവയൊക്കെ ഉപേക്ഷിക്കാറുണ്ട്, അല്ലേ? അതിനെയൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാറില്ല. വളരെ നിസ്സാരമായ കാര്യങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. നമ്മൾ വലിയ വലിയ കാര്യങ്ങളിലേക്കും വലിയ വലിയ സ്വപ്നത്തിലേക്കും ഒക്കെ നടന്നു പോകാറുണ്ട്. എന്നാൽ നമുക്കൊരു പതനം വരുമ്പോൾ നമ്മൾ എന്തായിരിക്കും കഴിഞ്ഞു പോയ ആ ദിനങ്ങൾ എത്ര നല്ലതായിരുന്നു. ഇപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിലെ ആദ്യകാലത്തെ ഒരു ഒരു വളരെ ടേസ്റ്റ് അല്ലാത്ത ഭക്ഷണം കിട്ടിയിരുന്നെങ്കിൽ, അല്ലെ എനിക്ക് കിടക്കാനൊരു ഇടം കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ ഓർക്കാറുണ്ട്. ഇവിടെ എന്താണ് തന്നെ കൂട്ടിലിട്ട് ഇട്ടപ്പോഴേക്കും വാനമ്പാടിയൊക്കെ തോന്നിയത്. അത് മാത്രമല്ല, നല്ല ഭംഗിയുള്ള ആ പുല്ലിങ്ങനെ എടുത്തുകൊണ്ട് വന്നപ്പോൾ അതിനോടൊപ്പം ഡേസി ചെടിയും ഈ പക്ഷിയുടെ കൂട്ടിനരികിലേക്ക് എത്തപ്പെടേണ്ട ഒരു സന്ദർഭം ഉണ്ടായി. അപ്പോഴാണ് താൻ സ്വാതന്ത്ര്യമായിട്ട് പറന്നു നടന്ന ഈ ലോകത്തിൽ തന്നെ താൻ ഒരു കൂട്ടിൽ അകപ്പെട്ടു പോയപ്പോൾ എന്താണ് സ്വാതന്ത്ര്യത്തിൻ്റെ വില എന്നും എന്താണൊരു പുൽനാമ്പിൻ്റെ തണുപ്പെന്നും അതിൻ്റെ മഹത്വമെന്നും ഈ പൂവിൻ്റെ സൗന്ദര്യത്തിന് ഇത്രമാത്രം ഈ പൂവിന് ഭംഗിയുണ്ടോ എന്നൊക്കെ ഒരു നിമിഷം ഈ വാനമ്പാടി ഓർത്തുപോയി. അതാണ് അപ്പം നമ്മൾ നിസ്സാരമായി കരുതുന്ന ഒന്നും നിസ്സാരമല്ല. ഏത് നിമിഷമാണ് നമുക്ക് അവയൊക്കെ ഉപകാരപ്പെടുന്നത് എന്ന് പറയാൻ പറ്റില്ല. അതാണ് ഒരു പുൽനാമ്പ്. ആ പക്ഷി കൂട്ടിൽ കിടന്ന് വിലപിക്കുമ്പോഴാണ്, തനിയെ കിടന്ന് കൂട്ടിൽ അകപ്പെട്ടപ്പോഴാണ് അടുത്തൊരു പുൽനാമ്പ്, തനിക്ക് പരിചയമുള്ള ഒരു പുൽമേട്, ഒരു വിരിപ്പ് അവിടെ എത്തിയതും അതിൽ തലയുയർത്തുന്നൊരു ആ പാവം ചെടിയെയും ഒക്കെ കണ്ട് തനിക്കൊരു കൂട്ടായി അല്ലെങ്കിൽ ഒരാശ്വാസമായി എന്ന രീതിയിൽ ഇപ്പോൾ ആദ്യമൊക്കെ ഇന്ന് വൻ മരങ്ങളോടും വലിയ പൂക്കളുണ്ടാകുന്ന ചെടികളോടും അനന്തവിഹായസിനെയും ആകാശത്തെയും വെളുത്ത മേഘങ്ങളെയും ഒക്കെ ആയിരുന്നു പക്ഷി ഇഷ്ടപ്പെട്ടിരുന്നത്. അതിനിടയ്ക്ക് ഡേസി ചെടിയോടും ഇഷ്ടം തോന്നിയിരുന്നു. പക്ഷേ ആ ഇഷ്ടത്തിന് കുറേ കൂടി മതിപ്പ് വന്നത് ഇപ്പോഴാണ്. എന്താണ്? നമ്മളെല്ലാം ഇങ്ങനെ തന്നെയാണ്. ദുർഘട നിമിഷങ്ങളിൽ മാത്രമേ നമ്മൾ വളരെ താഴ്ന്ന രീതിയിൽ ചിന്തിക്കൂ, നിസ്സാരരെ പറ്റി ഓർക്കൂ. നമ്മൾ വലിയ നിലയിലാണെങ്കിൽ നമ്മൾ താഴെയുള്ളവരെ ഒന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല, അല്ലേ? നമ്മൾ വീണ്ടും വീണ്ടും ഉയരത്തിലേക്ക് പോകാനാണ് ശ്രദ്ധിക്കുന്നത്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ വരികളുടെ അർത്ഥം. മറ്റൊരു പ്രധാനപ്പെട്ട പ്രവർത്തനമാണ് ഉപന്യാസം തയ്യാറാക്കൽ. അപ്പം നമുക്ക് ചെയ്യാൻ സർഗാത്മകത വളർത്താനുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു. കഥ വികസിപ്പിക്കുകയോ, അതേപോലെ ഉപന്യാസ രചന. എന്താണ് അവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ, നമ്മൾ പഠിച്ച ഈ മൂന്ന് പാഠഭാഗങ്ങളെയും ആസ്പദമാക്കി പ്രകൃതി നമ്മളെ എന്ത് പഠിപ്പിക്കുന്നു, ആ പ്രകൃതിയെ നമ്മൾ എങ്ങനെ സംരക്ഷിക്കണം എന്ന ഒരു ലഘു ഉപന്യാസം തരാം. നമുക്ക് ആദ്യം തന്നെ അറിയാം, ആദ്യത്തെ ഇത്തിരി പൂവേ കുരുന്നുവേ എന്നുള്ള പാഠത്തിൽ നമ്മുടെ പ്രകൃതിയിലുള്ള നമുക്ക് ചുറ്റുമുള്ള പൂക്കളെക്കുറിച്ചായിരുന്നു. പൂക്കളുടെ സൗന്ദര്യമായിരുന്നു, പൂക്കളുടെ സ്നേഹമായിരുന്നു, അവയുടെ ഗുണഗണങ്ങളായിരുന്നു, അല്ലേ? ഇതൊക്കെയായിരുന്നു. അപ്പോൾ പൂക്കൾ നമുക്ക് ആവശ്യമാണ്, പ്രകൃതിക്ക് ആവശ്യമാണ്. സ്നേഹം എന്നാണ്, പൂക്കളുടെ നറുമണം സ്നേഹത്തിന് ഉദാഹരണമാണെന്ന് നാം മനസ്സിലാക്കി. അതിനുശേഷം എന്തായിരുന്നു? കാട്ടിലെ മഴ, അല്ലേ? കാട്ടിലെ മഴ ഉണ്ടാവാൻ തന്നെ കാരണം മരങ്ങളാണ്. അത് കാട്ടിലെന്ന് പറയുമ്പോൾ ഇടതൂർന്ന മരങ്ങൾ, അത് വളരെയധികം നമുക്ക് മരങ്ങൾ നമുക്ക് മഴ പെയ്യാൻ സഹായിക്കുന്നു, അല്ലേ? അപ്പോൾ പ്രകൃതിയെ നമ്മൾ അവിടെ സംരക്ഷിക്കുക ചെയ്യേണ്ടത്. ആ മരങ്ങളെ വെട്ടി നശിപ്പിക്കാതിരിക്കുക, വനസമ്പത്ത് നശിപ്പിക്കാതിരിക്കുക. അത് സമ്പത്ത് മാത്രമല്ല, എന്താണ്, നമ്മുടെ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിൽക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ള അന്തരീക്ഷത്തെ പ്രദാനം ചെയ്യാൻ നമുക്ക് ഈ മരങ്ങൾ ആവശ്യമാണ്. അപ്പോൾ
പ്രകൃതിയെ നമ്മൾ എങ്ങനെയൊക്കെ സംരക്ഷിക്കാം, പ്രകൃതി നമ്മളെ എങ്ങനെ സംരക്ഷിക്കുന്നു അതേപോലെ നമുക്ക് പ്രകൃതിയെയും സംരക്ഷിക്കാം എന്ന ഒരു പിന്നെ ആശയം അല്ലെങ്കിൽ ഒരു സന്ദേശം അവിടെ ലഭിക്കുന്നു. അതേപോലെ തന്നെ ഡെയ്സി ചെടി ഇത് നമ്മുടെ പ്രകൃതിയിലെ ഓരോ ചെറിയ പുൽനാമ്പ് പോലും വിലപ്പെട്ടതാണ്. അത് പ്രകൃതിക്കും നമ്മൾക്ക് ഒരുപോലെ പ്രയോജനപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കി തരുന്ന ഒരു പാഠമാണ് ഡെയ്സി ചെടി. ഇവിടെ പക്ഷികൾ എന്ന് പറയുന്നത് നാമാണ്, മനുഷ്യരാണ് അല്ലേ? അത് നമ്മളൊരു പ്രതിസന്ധി ഘട്ടത്തിലെത്തുമ്പോഴായിരിക്കും നമ്മൾ താഴേക്കിടയിലേക്ക് ചിന്തിച്ചു പോകുന്നത് അല്ലേ? നിസ്സാരതയൊക്കെ നമ്മൾ തിരിഞ്ഞു നോക്കുന്നത്. അപ്പം ഇത് മൂന്നും വളരെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ 3 ആശയങ്ങളെ ഉൾപ്പെടുത്തി നമ്മൾ എങ്ങനെ പ്രകൃതി സംരക്ഷണവും പ്രകൃതി നമ്മെ സംരക്ഷിക്കുന്നതിനെ ഒക്കെ അതിനെയെല്ലാം കുറിച്ച് ഒരു ഉപന്യാസം നല്ല അടുക്കോടെ ഒഴുക്കോടെ നമുക്ക് തയ്യാറാക്കാൻ സാധിക്കും. എല്ലായ്പ്പോഴും പറയുന്നത് പോലെ ഈ പാഠഭാഗങ്ങൾ നന്നായി വായിച്ച് മനസ്സിലാക്കി ആശയങ്ങൾ എവിടൊക്കെയാണോ അവയുടെ അർത്ഥം എവിടൊക്കെയാണോ അത് നമ്മളുടെ ഭാവനയിലേക്ക് എങ്ങനെ വരുത്താൻ സാധിക്കും എന്നും നമുക്ക് വിശകലനം ചെയ്ത് ചിന്തിച്ച് എഴുതാൻ ഉതകുന്നവയാണ്. അപ്പോൾ ഡെയ്സി ചെടി എന്ന പാഠഭാഗത്തിൻ്റെ മൂല്യനിർണ്ണയ പ്രവർത്തനങ്ങളുടെ തയ്യാറെടുപ്പുകൾ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത യൂണിറ്റിലെ പാഠഭാഗവുമായി ഉടനെ എത്താം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി.